പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങളെ ഉയർത്തി നല്ല കർത്താവിന് നന്ദിയോടൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. പോയ രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ജയോത്സവമായി നമ്മളെ നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിനെ ആരാധിച്ചാട്ട് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട് ആമേൻ. ഈ ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മൾ നിൽക്കുമ്പോൾ ആദ്യത്തെ 15 ദിവസങ്ങൾ, ഈ മാസത്തിൻ്റെ ആദ്യത്തെ 15 ദിവസങ്ങൾ അത്ഭുതകരമായി നമ്മളെ നടത്തിയതോർത്ത് സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങ് മതിയായവനാകുന്നു കർത്താവേ. 1-ാം തീയതി മുതൽ ഇനി 15-ാം തീയതി പ്രഭാതം വരെ അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞതിനായിട്ട് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിനായിട്ട് സ്തോത്രം. ആവശ്യങ്ങളിൽ അങ്ങ് കൂട്ടായിട്ടിരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളൊക്കെ തന്ന് ഈ പോയ ദിവസങ്ങൾ കർത്താവ് ഞങ്ങളെ പരിപാലിച്ചതോർത്ത് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാണ്. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ പറഞ്ഞാണ്ട്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ഒരിക്കലൂടെ പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്, കർത്താവിൻ്റെ കരുണ എന്നേക്കുമുള്ളത്. ആകാശം ഭൂമിക്ക് മധ്യേ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ അപ്പൻ്റെ ദയ വലുതാകിയാൽ സ്തോത്രം. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ എൻ്റെ അപ്പൻ്റെ വിശ്വസ്തത വലുതാകിയാൽ സ്തോത്രം. അപ്പോൾ ആ കണ്ണിലെ കൃഷ്ണമണി പോലെ അങ്ങ് ഞങ്ങളെ പരിപാലിച്ചതിനായിട്ട് സ്തോത്രം. ആമേൻ. കല്ല് തട്ടിപ്പോകാൻ സമ്മതിക്കാതെ അങ്ങ് തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കി ഞങ്ങളെ പരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിനായിട്ട് സ്തോത്രം. ആമേൻ. ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെയും തന്ന് പോയ ആഴ്ചകളിൽ കർത്താവെ അങ്ങ് ഞങ്ങളെ നടത്തിയതിന് ഈ 15-ാം തീയതി പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിന് ഞാൻ സ്തോത്രം പറയുന്നു, കർത്താവിന് സ്തോത്രം പറയുന്നു, കർത്താവിന് സ്തോത്രം പറയുന്നു, സ്തോത്രം പറയുന്നു. കർത്താവെ, അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിൽ നിന്ന് കർത്താവ് അത്ഭുതം ചെയ്യണമേ. കർത്താവെ, അവർ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയം എന്ത് തന്നെയാണെങ്കിലും ആ വിഷയം അവരുടെ മുമ്പിൽ നിന്ന് ഉരുണ്ട് നീങ്ങിപ്പോകട്ടെ. ആമേൻ ആമേൻ ആമേൻ. ആ യേശുവിൻ്റെ കല്ലറയ്ക്കിൽ നിന്ന് കല്ലുരുണ്ട് മാറിയതുപോലെ കർത്താവെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് ഉരുണ്ട് മാറിപ്പോകട്ടെ, അത് ഉരുണ്ട് മാറിപ്പോകട്ടെ. അവർ സ്വതന്ത്രരാകട്ടെ, അവർ സ്വസ്ഥരാകട്ടെ. പ്രത്യേകിച്ച് രോഗത്തിൻ്റെ അവസ്ഥകളിൽ നിന്നൊക്കെയും വിടുവിക്കണം. രോഗഭയം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രോഗഭയം നസ്രയനായ യേശുവിൻ നാമത്തിൽ ഈ മനോഹരമായ പ്രഭാതത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഇന്ന രോഗം എനിക്ക് വരുമോ, ഇന്ന രോഗമാണോ എനിക്ക് എന്നുള്ള ഭയപ്പാടുകൾ യേശുവിൻ നാമത്തിൽ മാറി എൻ്റെ കുഞ്ഞുങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു, താങ്ക് യു അപ്പാ, താങ്ക് യു. നാളുകളായി കരിയാതിരിക്കുന്ന മുറിവുകൾ, ഹീലാകാതിരിക്കുന്ന വൂണ്ടുകൾ യേശുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകട്ടെ. ആമേൻ. മാംസം മാംസത്തോട് ചേരട്ടെ, ത്വക്കിനോട് ചേരട്ടെ. അത്ഭുത സൗഖ്യം നടക്കട്ടെ. അതുപോലെ മൈഗ്രെയിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ബന്ധനം അഴിഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുക. ഫൈനാൻഷ്യലായ എല്ലാ നീഡുകളുടെ മേലും കർത്താവിൻ്റെ കരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നതിന് സ്തോത്രം. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. അഡ്മിഷന് വേണ്ടി ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ഹയർ സ്റ്റഡീസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാപ്പേ. അങ്ങ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ, അങ്ങ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ, അങ്ങ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഇടവരുത്തണം. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച്
ആമേൻ. ഇന്ന് നമ്മുടെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ 15-ാം തീയതി പ്രത്യേകമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഇന്നത്തെ സ്തോത്ര പ്രാർത്ഥനയെ അനുഗ്രഹമാക്കണമേ. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകണമേ. ഉപവാസത്തോടിരിക്കുന്ന മക്കൾ, പ്രാർത്ഥനയോടിരിക്കുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കും. വലിയ കാര്യങ്ങൾ കർത്താവർക്ക് വേണ്ടി ഇന്നത്തെ പകൽക്കാലവും ഈ രാത്രിയിലും ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. 1-ാം തീയതി നമുക്ക് പ്രാർത്ഥനയും ഉപവാസവുമായിരുന്നു. ഇന്ന് 15-ാം തീയതിയാണ്. ഇന്നും കർത്താവ് അനുവദിച്ചാൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ കർത്തൃസന്നിധിയിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന വർഷം ഇന്ന് പകലിന് ശേഷം വൈകിയ വേളയിൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ പ്രത്യേക പ്രാർത്ഥന ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ആരംഭിക്കും. എല്ലാവരും അതിൽ പങ്കെടുക്കുക. ഇന്നത്തെ പകൽക്കാലം ഈ പകൽ കർത്താവിന് നന്ദി പറയുക. കർത്താവ് ഈ ഒരു 15 ദിവസം 15-ാമത്തെ ദിവസത്തിൽ നമ്മൾ എത്തിയിരിക്കുമ്പോൾ അവൻ മാസത്തിൻ്റെ അവസാനം വരെ കാത്തു നിൽക്കാതെ ഈ 15 ദിവസങ്ങളിൽ നടത്തിയതിന് വേണ്ടി നന്ദി പറഞ്ഞിട്ട് നമുക്ക് രാത്രി ഒരുമിച്ച് അടുത്ത 15 ഡേയ്സിനെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും. ശ്രദ്ധിച്ചാട്ടെ, ഇന്ന് പ്രഭാതത്തിൽ 92-ാം സങ്കീർത്തനത്തിൽ നിന്നും കേൾക്കാം. 92-ാം സങ്കീർത്തനം, അതിൻ്റെ ആരംഭ 3 വാക്യങ്ങൾ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളോവേ അങ്ങയുടെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ കർത്താവിൻ്റെ ദയയും. ആമേൻ. രാത്രി തോറും കർത്താവിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. നന്ദി പറയുന്നത് ഒരു പ്രതികരണം മാത്രമല്ല, ഒരു തീരുമാനമാണ്. എന്നാൽ ആത്മീകമായി സാധാരണയായി ഒരു നല്ല കാര്യം സംഭവിച്ചതിന് ശേഷമാണ് നമ്മളെല്ലാം എന്ത് ചെയ്യുന്നത്? നന്ദി പറയുന്നത്. എന്നാൽ ആത്മീകമായി വളർച്ച പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ, ഹല്ലേലൂയ, കണ്ടതിന് ശേഷം മാത്രമല്ല, കാണുന്നതിന് മുമ്പ് തന്നെ നന്ദി പറയും. ആമേൻ. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ ക്രിസ്തുയേശുവിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. എല്ലാത്തിനും വേണ്ടി നന്ദി പറയുക എന്നല്ല, എല്ലാറ്റിലും നന്ദി പറയുക. അതായത് ഒരു പ്രശ്നം വന്നതിന് നന്ദി പറയുകയല്ല, ആ പ്രശ്നത്തിനകത്ത് ആ പ്രശ്നത്തെക്കാൾ വലിയവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന ബോധ്യം കൊണ്ടാണ് നന്ദി പറയുന്നത്. ആമേൻ. നന്ദി പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറാൻ തുടങ്ങും. നമ്മൾ കർത്താവിന് സ്തോത്രം പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഈ ഇല്ലാത്തതിൽ നിന്നും ആമേൻ ദൈവം തന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ. ഇപ്പം നമ്മൾ പറയുക, നമുക്ക് നന്ദി പറയുമ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്തുവാ? കർത്താവ് നമുക്ക് ഈ കഴിഞ്ഞ 15 ദിവസം തന്ന പല കാര്യങ്ങളെ ഓർക്കുക. നന്ദി പറയാതിരിക്കുമ്പോൾ തരാത്തതാണ് ഓർക്കുന്നത്. എന്നാൽ നന്ദി പറയുമ്പോൾ നമ്മുടെ ഫോക്കസ് അങ്ങ് മാറും. പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ ആമേൻ ദൈവത്തിൻ്റെ വിശ്വസ്തതയിലേക്ക് നോക്കുവാൻ കഴിയും നന്ദി പറയുമ്പോൾ. ഹല്ലേലൂയ. നാളെയെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് ദൈവത്തിലുള്ള പ്രത്യാശ. കർത്താവേ, കഴിഞ്ഞ 15 ദിവസം എന്നെ സൂക്ഷിച്ചില്ലേ? കഴിഞ്ഞ 15 ദിവസം എന്നെ ആരോഗ്യത്തോടെ നടത്തിയില്ലേ? കഴിഞ്ഞ 15 ദിവസം എനിക്ക് ആവശ്യമായ ആഹാരം തന്നില്ലേ? കഴിഞ്ഞ 15 ദിവസവും എന്നെ അത്ഭുതമായി നടത്തിയില്ലേ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഫോക്കസ് അങ്ങ് മാറും. അല്ലെങ്കിൽ നമ്മളിത് ചിന്തിക്കുക, ആ കാര്യം നടന്നില്ലായിരുന്നു, ഈ കാര്യം കിട്ടിയില്ലല്ലോ, അയ്യോ ഇന്ന പ്രശ്നമുണ്ടല്ലോ എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കാതെ ദൈവം തന്നതിനായിട്ട് നന്ദി പറയുക. രണ്ടാമത്തെ സെക്കൻഡ് ഹാഫ്, ഈ മാസത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ചോദിക്കുന്നതിന് മുമ്പ് നമ്മളെന്ത് ചെയ്യുക? ഈ ഓഗസ്റ്റ് 15 ഈ മാസത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവെ ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യണമേ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് കർത്താവെ ഇതുവരെ നടത്തിയതിന് നന്ദി എന്ന് നമുക്ക് പറയാം. എല്ലാം നമ്മുടെ ആഗ്രഹപ്രകാരം നടന്നിരിക്കണമെന്നില്ല. ചില പ്രാർത്ഥനകൾക്ക് ഇപ്പോഴും മറുപടി വന്നിട്ടുണ്ടാകത്തില്ല. ചില വാതിലുകൾ ഇപ്പോഴും അടഞ്ഞു തന്നെ ആയിരിക്കാൻ കിടക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നു അല്ലേ? 15-ാം തീയതി നിൽക്കുമ്പോൾ ഇത് തന്നെ ഒരു സാക്ഷ്യമല്ലേ? ഈ 15-ാം തീയതി നമ്മൾ ഇന്ന് ആരോഗ്യത്തോടിരുന്ന് ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുന്നത് തന്നെ ഒരു സാക്ഷ്യമാണ്. അതുകൊണ്ട് ആമേൻ, ഇന്ന് നമ്മൾ ജീവനോടിരിക്കുന്നുവെങ്കിൽ ആമേൻ നമുക്ക് നന്ദിയോടെ സ്തോത്രം പറയാം. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. ആമേൻ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്തോത്രം. പിശാചന പറയുന്നത് അത് നടന്നില്ല, ഇത് നടന്നില്ല എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ പറയണം, അതൊന്നുമല്ല എനിക്ക് വിഷയം. ഞാൻ ഇന്ന് ജീവനോടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ ഇന്ന് ആമേൻ അനുഗ്രഹത്തോടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മൾ നന്ദി പറയുമ്പോൾ നമുക്ക് കാണാത്ത അനുഗ്രഹങ്ങൾ കാണാൻ തുടങ്ങും. ആമേൻ. നമ്മൾ ഇതുവരെ കാണാതെ മറിഞ്ഞു കിടക്കുന്ന പല അനുഗ്രഹങ്ങളും നമ്മുടെ ലൈഫിലുണ്ട്. നമ്മളിരുന്ന് അങ്ങോട്ട് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ ഇതുവരെ കാണാത്ത നന്മകൾ, മറഞ്ഞു കിടക്കുന്ന നന്മകളൊക്കെ നമുക്ക് വെളിപ്പെടുവാൻ തുടങ്ങും. 10 കുഷ്ഠരോഗികളുടെ കഥ നമ്മളെപ്പോഴും പറയാറുണ്ട്. അതിൽ 10 പേരും സൗഖ്യമായി. എന്നാൽ ഒരുവൻ മാത്രം എന്ത് ചെയ്തു? അവൻ വന്ന് യേശുവിന് നന്ദി പറഞ്ഞു. 10 പേരും അത്ഭുതം സ്വീകരിച്ചു. പക്ഷെ ഒരാൾ മാത്രം അത്ഭുതത്തിൻ്റെ ഉറവിടത്തെ തിരിച്ചറിഞ്ഞു.
അവന് മനസ്സിലായി കർത്താവ് എന്നെ സൗഖ്യമാക്കി, ഓടി വന്നു. ആമേൻ. അതാണ് വ്യത്യാസം പ്രിയപ്പെട്ടവർ. ആമേൻ. ചിലപ്പോൾ അടുത്ത അനുഗ്രഹത്തിനായി നാം ഇത്രയും തിരക്കിട്ട് പ്രാർത്ഥിക്കുന്നതിനാൽ ഇപ്പോൾ നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ കാണാതെ പോകും. ആമേൻ. എന്നാൽ ഈ അനുഗ്രഹത്തിനായിട്ട്, കർത്താവ് തന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് നമ്മൾ നന്ദി പറയുമ്പോൾ, ആമേൻ, കർത്താവ് അടുത്ത ലെവലുകളിലേക്ക് നമ്മളെ ഉയർത്താൻ തുടങ്ങും. അതിനുവേണ്ടിയാണ് ഇന്നിങ്ങനൊരു മീറ്റിംഗ് ക്രമീകരിച്ചത്. നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മൾ ഹയർ റിലംസിലേക്ക് കയറാൻ തുടങ്ങും. ആമേൻ. ഹയർ റിലംസിലേക്ക് കയറും സ്തോത്രത്തോടെ. ആമേൻ. അവൻ്റെ വാതിലുകളിൽ പ്രവേശിക്കുവിൻ. ആമേൻ. സ്തുതിയോടെ അവൻ്റെ പ്രാകാരങ്ങളിൽ വരുവിൻ എന്നല്ലേ പറയും. ആമേൻ. നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ നന്ദിയോടെ ഈ പകൽ മൊത്തം സ്തോത്രം പറയുക. ആമേൻ. ഈ പകൽ മൊത്തം സ്തോത്രം പറയുക. കർത്താവ് ഈ കഴിഞ്ഞ 15 ദിവസം നടത്തിയതിന് സ്തോത്രം. ആമേൻ. നിങ്ങൾ ആയിരുന്നിടത്തൊക്കെ കർത്താവ് നമ്മളെ നടത്തിയതിനായിട്ട് ആമേൻ എന്ത് ചെയ്യുക? കർത്താവിനെ സ്തോത്രം പറയുക. സ്തോത്രം പറയുമ്പോൾ ഓർത്തോണം, അതൊരു വാതിലാണ്. അവൻ ദൈവിക വാതിലുകളെ നമുക്ക് വേണ്ടി തുറക്കുക. അവൻ നമ്മൾ സന്ധി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നു, നമ്മുടെ ഹൃദയം ദൈവസാന്നിധ്യത്തോട് കൂടുതൽ സെൻസിറ്റീവ് ആകാൻ തുടങ്ങുന്നു, നമ്മുടെ വിശ്വാസം ഉയരുന്നു. അപ്പോൾ നാം പറയുന്നത്, ദൈവമേ എൻ്റെ പ്രശ്നം എത്ര വലുതാണെന്നല്ല നോക്കണമേ എന്നല്ല, അങ്ങ് എത്ര വലുതാണ്. ആമേൻ. പ്രശ്നത്തോട് പറയുക, എൻ്റെ കർത്താവ് എത്ര വലിയവനാണ്. അതുകൊണ്ട് ആമേൻ, ഇന്ന് പ്രഭാതത്തിൽ, ആമേൻ, ഇന്നത്തെ പകൽക്കാലം, ആമേൻ, ഇന്ന് വൈകിട്ട് വരെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും കേട്ടോ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. യേശു 5 അപ്പം എടുത്തു. അയ്യോ ഇത്രയും ആളുകളുണ്ടല്ലോ, അപ്പം കുറവാണല്ലോ എന്ന് പറയുകയല്ല, അപ്പത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയും. ആമേൻ. കയ്യിലുള്ള അപ്പം വർദ്ധിപ്പിച്ചു. ആമേൻ. ഇന്നെന്തു നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്? ഇന്നത്തെ ദിവസം ഞാൻ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? നന്ദി പറയാൻ തീരുമാനിച്ചിരിക്കുക. കർത്താവിന് സ്തോത്രം പറയാൻ തീരുമാനിച്ചിരിക്കുക. രാവിലെ മുതൽ വൈകിട്ട് വരെ, വണ്ടിയിലിരിക്കുമ്പോൾ, ട്രെയിനിലിരിക്കുമ്പോൾ, മെട്രോയിലിരിക്കുമ്പോൾ, പ്ലെയിനിലിരിക്കുമ്പോൾ, നിങ്ങൾ എവിടെ ഇരുന്ന് കേൾക്കുന്നു, ഷിപ്പിലാണോ, എവിടെയാണെങ്കിലും അവിടെ ഇരുന്ന് ദൈവത്തിന് നന്ദി പറ. കർത്താവെ, ഈ 15 ദിവസം അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം, സംരക്ഷണത്തിനായി സ്തോത്രം, എന്നെ രക്ഷിച്ചതിനായിട്ട് നന്ദി, വാതിലുകൾ തുറന്നു തന്നതിനായിട്ട് സ്തോത്രം, എന്നെ സംരക്ഷിക്കാൻ വേണ്ടി ചില വാതിലുകൾ അടച്ചതിനായിട്ട് സ്തോത്രം, ഉത്തരം ലഭിച്ച പ്രാർത്ഥനകൾക്കായിട്ട് സ്തോത്രം, ഇനിയും ഉത്തരം ലഭിക്കാനുള്ള പ്രാർത്ഥനകൾക്കായിട്ട് സ്തോത്രം. ഈ 15-ാം തീയതി വരെ കർത്താവെ നടത്തിയ ദൈവമേ, ഇനി ശേഷിക്കുന്ന ദിവസങ്ങൾ കർത്താവ് എന്നെ ക്ഷേമത്തോടെ നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അടുത്ത ദിവസങ്ങൾ ഭയത്തോടല്ല നോക്കുന്നത്, നന്ദിയോടെ ഞാൻ പ്രവേശിക്കുക. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെ ഉയർത്തുന്നതിനായിട്ട് സ്തോത്രം, അങ്ങനെ മാനിക്കുന്നതിനായിട്ട് സ്തോത്രം, അങ്ങനെ അത്ഭുതമാക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ട് ഈ ദിവസം ദൈവത്തിന് സ്തോത്രം പറയുക കേട്ടോ. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ ലെവൽ മാറും. കർത്താവ് നമ്മളെ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വൈകിട്ടത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. കരമുയർത്തി പറഞ്ഞ്, അവനെൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. കരമുയർത്തി പറ, വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.